തളിപ്പറമ്പ് മേഖലയിലെ പട്ടുവം അരിയിൽ നിന്ന് ചെറിയൊരു മർദ്ദന വാർത്ത പുറത്തുവരുന്നത്. പട്ടുവം അരിയിൽ LDF ബൂത്ത് ഏജന്റിനെ മർദ്ദിച്ചതായാണ് പരാതി. UDF പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്നാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ബൂത്ത് ഏജന്റ് PP അബ്ദുള്ളിയെ സന്ദർശിച്ചു. UDF നേതാക്കളുടെ ആസൂത്രിത അക്രമമാണ് നടന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. കള്ളവോട്ട് ചെയ്യാൻ വന്നതിന് ഇതിപ്പോൾ എന്നിട്ട് വന്ന ആളെയും കൂട്ടി വന്ന് 10 ആളാണ് ബൂത്തിൻ്റെ കയറ്റാന്ന് വെച്ച് കൊണ്ടുപോട്ട് ചെയ്യിച്ചത്. കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടാൽ നടക്കാതെ പോയിട്ട് എണ്ണാതെ വന്നതാണ്. ബൂത്തിൻ്റെ കയറിയിട്ട് അടി കൊണ്ടുപോട്ട് ചേക്കിയിട്ട് അടിച്ചിട്ട് താഴെ കിട്ടി. ആടെ ലീഗായിരുന്നു. CPIയും പ്രവർത്തകരും LDFിൻ്റെ ഏജൻറ്റുമായിരുന്നു അബ്ദുള്ളയെ കള്ളവോട്ട് തടയുന്നതിൻ്റെ ഭാഗമായിട്ട് കള്ളവോട്ട് ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ പുറത്തുനിന്നുള്ള UDFിൻ്റെ ഗുണ്ടകൾ കയറി അബ്ദുള്ളയെ മൃഗീയമായിട്ട് മർദ്ദിച്ച് ഇവിടെ ആശുപത്രിയിൽ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. വ്യാപകമായ കള്ളവോട്ട് ചെയ്യുന്നതിനു വേണ്ടി UDF ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴിങ്ങനെയുള്ളൊരു കടന്നാക്രമം അവർ പ്ലാൻ ചെയ്തു. യാതൊരു പ്രകോപനവുമില്ലാതെ കള്ളവോട്ട് ചാലഞ്ച് ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ബൂത്തിൽ കയറി ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരായ അതിശക്തിയായിട്ടുള്ള പ്രതിഷേധം LDFിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് എനിക്ക് സമാധാനപരമായി പോളിംഗ് കഴിയണം. പോളിംഗ് കഴിഞ്ഞാലും ഈ തെറ്റായ നിലപാടിനെതിരായി, ജനാധിപത്യ ധ്വംസനത്തിനെതിരായി കള്ളവോട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ജയിക്കുക, തോൽക്കുമെന്നുള്ള ഉറപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ അത് സ്വീകരിക്കുന്നത്. പട്ടുവം പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നന്നായിട്ട് ജയിക്കാൻ സാധിക്കുന്ന പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ക്രിമിനൽ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർക്ക് ചില സീറ്റുകൾ പിടിക്കാനാവുമെന്നുള്ള ധാരണയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് കൂടിയായിരിക്കും പട്ടു ഉൾപ്പെടെയുള്ള മേഖലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിധിയെഴുത്ത് എന്ന കാര്യത്തിൽ യാതൊരു സംശയം. വോട്ട് ചെയ്യാനെത്തിയാൾ കുഴഞ്ഞു വീണു എന്ന ഒരു ദുഃഖകരമായ വാർത്തയാണ് തളിപ്പറമ്പ് മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത്. ധർമ്മശാല ഉഴക്രോത്തെ സുധീഷ് കുമാറാണ് മരിച്ചത്. തളിപ്പറമ്പിൽ നിന്ന് വിവരങ്ങളുമായി അമൽ ചേരുന്നുണ്ട്. അമൽ, ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. വോട്ട് ചെയ്യാനെത്തിയാൾ ക്യൂവിൽ നിൽക്കവേ കുഴഞ്ഞു വീണു മരിച്ചു എന്നത്. വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, അതായത് മോറാഴ സൗത്ത് LP സ്കൂളിൽ വോട്ട് ചെയ്യാനായി എത്തിയ ആളാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. മൊറാഴ സ്വദേശി KP സുധീഷ് ആണ് മരിച്ചത്. ഇയാൾ വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് എത്തിയ ഉടൻ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്ന വളരെ സങ്കടകരമായ വാർത്തയാണ് ഈ നിമിഷത്തിൽ പങ്കുവെക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ വോട്ടെടുപ്പ് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പലയിടത്തും മർദ്ദന പരാതികളും ഉയർന്നു വരുന്നുണ്ട്. തളിപ്പറമ്പ് മാന്തംകുണ്ടി UDF സ്ഥാനാർത്ഥി രമേശന് അല്പസമയം മുൻപ് പാലയാട് ബൂത്തിൽ വെച്ച മർദ്ദനം ഏറ്റിട്ടുണ്ട്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തായാലും ലഭ്യമാകുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ പട്ടുവം അരിയിൽ കള്ളവോട്ട് തടയാൻ ശ്രമിച്ച LDF ബൂത്ത് ഏജന്റിന് മർദ്ദനമേറ്റതായി മറ്റൊരു പരാതിയുമുണ്ട്. അരിയിൽ 8ാം വാർഡിലെ ഏജന്റ് PP അബ്ദുള്ളയ്ക്കാണ് മർദ്ദനമേറ്റത്. ഇയാൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പരിയാരത്തെ ബൂത്ത് നമ്പർ 16 ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നു. അതായത് മക്കളെ അറിയിക്കാതെ അമ്മയെ ഓപ്പൺ വോട്ട് ചെയ്യിക്കാൻ കൊണ്ടുവന്നു എന്നതിനെ ചൊല്ലിയായിരുന്നു ഒരു തർക്കം. ഇത് കയ്യാങ്കളിയിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ചോദ്യം ചെയ്യാനായി പോയ തങ്ങളെ മർദ്ദിച്ചു എന്നതാണ് UDF പ്രവർത്തകർ പറയുന്നത്. പോലീസ് ഇടപെട്ടാണ് ഇവിടെ സ്ഥിതി ശാന്തമാക്കിയത്. എന്തായാലും ഇതിൽ ഇപ്പോൾ MV ഗോവിന്ദന്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. പട്ടുവം വരിയിൽ LDF ബൂത്ത് ഏജന്റിന് മർദ്ദനമേറ്റ സംഭവം UDF നേതാക്കളുടെ ആസൂത്രിത അക്രമം എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. കള്ളവോട്ട് തടയുന്നതിനിടയിലാണ് ബൂത്ത് ഏജന്റ് PP അബ്ദുള്ളയ്ക്ക് മർദ്ദനമേറ്റത്. സംഭവത്തിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും ഉൾപ്പെടെയാണ് CPM സംസ്ഥാന സെക്രട്ടറി അല്പസമയം മുൻപ് പറഞ്ഞത്. എന്തായാലും തളിപ്പറമ്പിൽ 33% മുകളിൽ പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തളിപ്പറമ്പിൽ പലയിടത്തും വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയതിനാൽ
വോട്ടിംഗ് മണിക്കൂറുകളോളം വൈകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. കാഞ്ഞിരങ്ങാട്, മാവിച്ചേരി, തളിപ്പറമ്പ്, കൊട്ടാരം UP സ്കൂൾ, പാളയാട് എന്നിവിടങ്ങളിലാണ് വോട്ടിംഗ് യന്ത്രം എന്തായാലും തകരാറിലായത്. ഇത് പരിഹരിച്ച ഇവിടങ്ങളിൽ ഇപ്പോൾ വോട്ടെടുപ്പ് സുഗമമായി നടക്കുന്നുണ്ട്. പാളയാട് ക്യൂവിൽ നിന്നും അടുത്ത വോട്ടർമാർ വോട്ട് ചെയ്യാതെ മടങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഈ ചുരുക്കം ചില അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ വോട്ടെടുപ്പ് സമാധാനപരമായാണ് പുരോഗമിക്കുന്നത്. അർജുൻ.